കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. അതിലെ പ്രധാനപ്പെട്ട ജനപ്രിയമായ കാര്യങ്ങൾ ഏതാണ്ട് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പക്ഷേ നിയമപരമായ ചില കാര്യങ്ങളും പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം നിയമങ്ങൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാവാം കോൺഗ്രസ് ഇത്തരമൊരു നിയമപരിരക്ഷ അല്ലെങ്കിൽ നിയമത്തിൻ്റെ ആനുകൂല്യം കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നിയമത്തിൻ്റെ പരിധി കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ചില ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട നിയമവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നാല് വാഗ്ദാനങ്ങളാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതിൽ ഒന്ന് ഇന്ത്യൻ പീനൽ കോഡിലെ 124A വകുപ്പ്, അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്ന ഒരു വകുപ്പ് എടുത്തു കളയും. രണ്ടാമത് മാനനഷ്ടം സിവിൽ കുറ്റമായി മാറ്റും എന്നുള്ളതാണ്. മൂന്നാമത് വിചാരണ കൂടാതെ തടവിൽ പാർപ്പിക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി വരുത്തും എന്നുള്ളതാണ്. നാലാമത് ലൈംഗിക പീഡനങ്ങൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് അബ്സ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് ഉള്ള ഒരു കാര്യം കൂടിയുണ്ട്. അങ്ങനെ പൊതുവിൽ 4 നിയമപരമായ കാര്യങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ ഉള്ളത്. ഇതിൽ ആദ്യത്തേതാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു വകുപ്പ്. അത് എന്താണ് നമുക്ക് നോക്കാം. 124A എന്നുള്ള വകുപ്പാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാലത്തും അതിനു മുൻപും ഈ വകുപ്പ് വളരെയധികം തോതിൽ ദുരുപയോഗം ചെയ്യുകയുണ്ടായി. മഹാത്മാഗാന്ധിയും ബാലഗംഗാധര തിലകനും അടക്കമുള്ളവർക്കെതിരെ ഈ വകുപ്പ് ചുമത്തി ജയിലിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വകുപ്പിൻ്റെ കാഠിന്യം നമുക്ക് മനസ്സിലാക്കാൻ തക്ക വിധമുള്ള ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കാൻ കഴിയുന്നത്. കാരണം മഹാത്മാഗാന്ധി പറഞ്ഞത്, എനിക്ക് ബ്രിട്ടീഷ് സർക്കാരിനെ, എൻ്റെ ഭരണകൂടത്തെ വിമർശിക്കാനുള്ള അധികാരം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാൻ സർക്കാരിനെ വിമർശിക്കുന്നു എന്നുള്ള തരത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞിരുന്നു. സർക്കാരിനെ വിമർശിച്ചതിൻ്റെ പേരിലാണ് മഹാത്മാഗാന്ധിയെ ഈ 124A വകുപ്പ് പ്രകാരം ജയിലിലടച്ചത്. അതേപോലെ തന്നെ ബാലഗംഗാധര തിലകൻ സൂരറ്റിൽ വലിയ തോതിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ അദ്ദേഹം ഈ സർക്കാരിനെ ബ്രിട്ടീഷ് സർക്കാരിനെ വിമർശിക്കുകയുണ്ടായി. സർക്കാർ ഒരു തരത്തിലും തങ്ങളുടെ പൗരന്മാരോട് നീതി കാട്ടുന്നില്ല, സർക്കാരിൻ്റെ ഗുരുതരമായ അനാസ്ഥയാണ് എന്ന് ബാലഗംഗാധര തിലകൻ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹവും 124A പ്രകാരം ജയിലിൽ പോവുകയുണ്ടായി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിലടക്കുകയുണ്ടായി. പിന്നീട് ഈ വകുപ്പ് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യക്ക് പല ഭരണകൂടങ്ങൾ മാറി വന്നെങ്കിലും ആ ഭരണകൂടങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ ആ സർക്കാരുകളൊന്നും തന്നെ ഈ വകുപ്പിൽ ഭേദഗതി ചെയ്യാനോ ഈ വകുപ്പ് മാറ്റാനോ തയ്യാറായില്ല. കാരണം എതിരാളികളെ അടിച്ചമർത്താൻ തക്ക വിധമുള്ള വിശാലമായ ഒരു ഏരിയ ഈ വകുപ്പിനുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും ഇതിനെ വ്യാഖ്യാനിച്ചെടുക്കാം. അല്ലെങ്കിൽ വലിയ തോതിലുള്ള ധ്വനികൾ ഈ വകുപ്പിന് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നരേന്ദ്രമോദി സർക്കാർ അവസാനം കനയ്യകുമാറിനെ വരെ ജയിലിലടച്ചത് ഈ വകുപ്പിൻ്റെ പേരിലാണ്. അങ്ങനെ ഭരണകൂടത്തിന് എതിരായി സംസാരിക്കുന്ന ആര് വേണമെങ്കിലും 124A വകുപ്പ് പ്രകാരം ജയിലിലടയ്ക്കാം എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. അതായത് ഭരണകൂടത്തിന് ഇഷ്ടമല്ലാത്ത ആര് വേണമെങ്കിലും ഈ വകുപ്പ് ചുമത്തി ജയിലിലടയ്ക്കാം. ഈ ജയിലിലടച്ച പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഈ വകുപ്പ് പ്രകാരം ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന അല്ലെങ്കിൽ ജയിൽ പോകേണ്ടി വന്ന പ്രധാനികൾ ഇവരൊക്കെയാണ്. എഴുത്തുകാരനും പൊതുപ്രവർത്തകനുമായ ആസം എഴുത്തുകാരൻ ഹിരൺ ഗൊഗോയ്, കർഷക പ്രക്ഷോഭ നേതാവ് അസൽ ഗൊഗോയ്, പത്രപ്രവർത്തകൻ മൾജിദ് മഹന്ത, ഡൽഹി സർവകലാശാല നേതാവ് കനയ്യകുമാർ, സയ്യിദ് ഉമർ ഖാലിദ്, അനിൽ ഭട്ടാചാര്യ തുടങ്ങി നിരവധി പേരെയാണ് ഈ വകുപ്പുകൾ പ്രകാരം, അതായത് 124A വകുപ്പ് പ്രകാരം ജയിലിലടച്ചത്. ഈ വകുപ്പ് എടുത്തു കളയുമെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അല്ലെങ്കിൽ നിയമപരമായ കാര്യങ്ങൾ പറയുന്നതിൽ അല്ലെങ്കിൽ നിയമപരമായി നൽകുന്ന 4 വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗൗരവമർഹിക്കുന്ന വാഗ്ദാനം ഇത് തന്നെയാണ്. 124 വകുപ്പ് എടുത്തു കളയും. എന്നാൽ പൗരന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പൗരന് ഭരണകൂടത്തെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ഭേദഗതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 124A വകുപ്പിനെ ഗൗരവമായി കാണുമെന്ന് ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിനെ എടുത്തു കളയുന്ന ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ വാഗ്ദാനം. അതുകൊണ്ട് തന്നെ പൗരന്മാർക്ക് ഒരു സർക്കാരിനെ കൃത്യമായി വിമർശിക്കാം, അതിൻ്റെ നയപരിപാടികളെ വിമർശിക്കാം, തൻ്റെ അഭിപ്രായം തുറന്നു പറയാനുള്ള ഒരു വിശാലമായ ജനാധിപത്യ പ്ലാറ്റ്ഫോമാണ് ഒരുപക്ഷെ കോൺഗ്രസ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതാണ് ജനങ്ങൾക്ക് മുന്നിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്ന്.